സ്നിച്ച് എന്ന ബ്രാൻഡിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സ്നിച്ച് പുതിയൊരു കിഡ്ലൻ മാർക്കറ്റിംഗ് പ്രോഗ്രാം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ ആയിരക്കണക്കിന് ചെറിയ ക്രിയേറ്റേഴ്സ് സ്നിച്ചിന്റെ ബ്രാൻഡ് അംബാസിഡേഴ്സ് ആവുന്നുണ്ട്. ഇത് നല്ലൊരു സ്മാർട്ട് സ്ട്രാറ്റജിയാണ്. അതിന്റെ ഫുൾ പൊട്ടൻഷ്യൽ മനസ്സിലാകുമ്പോൾ അതിന്റെ ബ്രില്യൻസ് ബ്രാൻഡിനും ക്രിയേറ്റേഴ്സിനും എങ്ങനെ ഹെൽപ്ഫുൾ ആവുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സ്നിച്ച് സ്ക്വാഡ് എന്നൊരു പ്ലാറ്റ്ഫോം ആരംഭിച്ചു. ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ 1000 ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ക്രിയേറ്റേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് സ്നിച്ചിന് വേണ്ടി കൊളാബറേറ്റ് ചെയ്യാനുള്ള അവസരം കൊടുക്കും. ഇത് കേൾക്കുമ്പോൾ ജസ്റ്റ് അനദർ ഇൻഫ്ലുവൻസർ പ്രോഗ്രാം ആണെന്ന് തോന്നാം. പക്ഷേ ഇവിടെ നടക്കുന്നത് ഒരു ബിഗ് മാർക്കറ്റിംഗ് ഷിഫ്റ്റാണ്. ടിപ്പിക്കൽ ബ്രാൻഡ്സ് എന്താണ് ചെയ്യാറ്? വലിയ ഇൻഫ്ലുവൻസേഴ്സിനെ ചേസ് ചെയ്യും, കാരണം അവരുടെ റീച്ച് മാസീവ് ആണ്. പക്ഷെ സ്നിച്ച് എന്താ ചെയ്തത്? തൗസൻഡ്സ് ഓഫ് സ്മോൾ ക്രിയേറ്റേഴ്സിനെ ഉപയോഗിച്ചിട്ട് ഈക്വൽ ആയിട്ടുള്ള റീച്ച് നേടി, അതും ബജറ്റ് കൃത്യമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട്. ഈ സ്ട്രാറ്റജി ബ്രില്യൻ്റ് ആകാൻ 2 റീസൺസ് ഉണ്ട്. ഒന്ന്, സ്മോൾ ക്രിയേറ്റേഴ്സിനെ ടാർഗറ്റ് ചെയ്യാൻ ഒരു പെർഫെക്റ്റ് അപ്രോച്ച്. അതായത് ന്യൂ ക്രിയേറ്റേഴ്സ് എപ്പോഴും കോണ്ടന്റിനായി ഫണ്ടിങ് ഓപ്പർച്യൂണിറ്റീസ് അന്വേഷിക്കുന്നവരാണ്, നമ്മളൊക്കെ പോലെ. സ്നിച്ച് സ്ക്വാഡിൽ ജോയിൻ ചെയ്ത സ്നിച്ച് ഔട്ട്ഫിറ്റ്സ് ധരിച്ചിട്ട് സാമ്പിൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ ഇവർക്ക് ഇൻകം ഉണ്ടാക്കാൻ പറ്റും. ഇത് ചെയ്യുന്നത് അവർക്ക് ഓൾറെഡി നാച്ചുറൽ ആയിരിക്കുമല്ലോ. 2, നെറ്റ്വർക്ക് എഫക്റ്റ് ആണ് ഇവരുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതായത് ഒരു വലിയ ഇൻഫ്ലുവൻസേഴ്സിനേക്കാൾ ആയിരക്കണക്കിന് ചെറിയ ഇൻഫ്ലുവൻസേഴ്സ് ഒരേ സമയം സ്നിച്ചിനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഒരു റിയൽ ഇമ്പാക്റ്റ് ആണ് അവിടെ ഉണ്ടാകുന്നത്. നമ്മുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ സ്നിച്ച് ഇടുമ്പോൾ അതൊരു ആഡായിട്ട് നമുക്ക് തോന്നും, ഇല്ലല്ലോ? പക്ഷെ അത് ബ്രാൻഡിനുള്ള ലോയൽറ്റി നമുക്ക് കൂട്ടാനും ഹെൽപ്ഫുൾ ആവും. ഇത് അക്ഷരാർത്ഥത്തിൽ ഒരു കിടിലൻ മാർക്കറ്റിംഗ് ഹാക്കല്ലേ?